വളരെയേറെ സന്തോഷം തരുന്ന ഒരു വാർത്ത അറിയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. എണ്ണം കുറക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കുറക്കലൊന്നുമല്ല. 15-20 വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നിടത്തുനിന്ന് അത് 2-3 വാഹനത്തിലേക്ക് കുറയുകയാണ്. വളരെ വലിയൊരു സംഗതി തന്നെയാണത്. നമ്മുടെ മുഖ്യമന്ത്രിയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം എന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് വേറെ ചിലതൊക്കെ പറയാനും ആഗ്രഹിക്കാനും ഒക്കെ ഒരു അവസരം വരുന്നത്. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് MLA-മാരും ഇനിയിപ്പോൾ മന്ത്രിയാകാൻ പോകുന്ന ആളുകളും ഒക്കെ തന്നെ ഈ ഒരു കഴിഞ്ഞ കുറച്ചു കാലം നമ്മളെ നാട്ടുമ്പുറങ്ങളിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ പോലെ എല്ലാ വീടുകളിലേക്കൊന്നും കയറി ഇറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിലും സാമാന്യം കുറച്ച് മനുഷ്യന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇവർ നേരത്തെ എല്ലാവരും ഒന്ന് കണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് ഇപ്പം കണ്ട് അങ്ങോട്ട് പോയിട്ടുള്ളത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന മാതിരി കേരളത്തിലെ ഒരു ഏകദേശം ഒരു ജീവിത നിലവാരം നോക്കുകയാണെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ശമ്പളം അല്ലെങ്കിൽ അവൻ്റെ വരുമാനം എന്നൊക്കെ പറയുന്ന ഒരു മാസത്തിൽ ഒരു 10,000, 15,000 അല്ലെങ്കിൽ 25,000 റുപ്യൊക്കെ ഒരു മാസം ഒരാൾക്ക് കിട്ടുന്നുള്ളൂ. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും അത്രയൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ ഈ 15,000, 25,000 എന്ന് പറയുമ്പം അത് എല്ലാവരുടെയും ഒരു സംഗതി ഒന്നല്ല. ഒരു മാസം കൃത്യമായിട്ട് 1000 രൂപ സമ്പാദിക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. എനിക്കറിയാവുന്ന ആളുകളുണ്ട് അങ്ങനെ 1000 രൂപ കൃത്യമായിട്ട് മാസം കിട്ടാത്ത ആളുകൾ. അവരും ജീവിക്കുന്നുണ്ട് ഇവിടെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ ജീവിച്ചു പോകുക തന്നെയാണ്. പറഞ്ഞു വരുന്ന സംഗതി എന്ന് വെച്ചാൽ ഈ എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണത്തിൽ ഇത്രയും വലിയ കുറവ് വരുത്താൻ താങ്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, 25,000, 30,000 കൊണ്ട് ഇവിടെ കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ഇനി വാങ്ങാൻ പോകുന്ന ശമ്പളം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഏകദേശം 2 ലക്ഷം അതിന് മുകളിലൊക്കെയാണത്. അത്രയും വലിയ ഒരു സംഖ്യ ഒരു കുടുംബത്തിന്, ഒരു 4, 5, 6, 7 ആളുകളൊക്കെ ഉള്ള ഒരു കുടുംബത്തിന് ജീവിക്കാൻ കേരളത്തിൽ ആവശ്യമില്ല. ഒരു മാസം ജീവിച്ചു പോകാൻ ഞാൻ പറയട്ടെ, താങ്കൾ 2 ലക്ഷം അതിൻ്റെ അപ്പുറം വാങ്ങുന്നതിന് പകരം അത് ഒരു 50,000 രൂപയിലേക്ക് താഴ്ത്താൻ താങ്കൾ തയ്യാറാവുകയാണെങ്കിൽ അത് ഒരു വിപ്ലവം തന്നെയായിരിക്കും. അങ്ങനെ താങ്കൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ കൂടെ വരുന്ന മറ്റ് മന്ത്രിമാരും ഒരുപക്ഷെ അത് പിൻപറ്റിയേക്കാം. മന്ത്രിമാർ മാത്രമല്ല MLA-മാരും ഒരുപക്ഷെ അങ്ങനെ താങ്കളുടെ കൂടെ വന്നേക്കാം. അത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ MLA മാത്യു കുഴനാടൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ ടേമിൽ MLA എന്നുള്ള നിലയിലുള്ള ശമ്പളം മാറ്റിവെച്ചിട്ട് ജീവിക്കാൻ അദ്ദേഹം വേറെ തൊഴിൽ ചെയ്തിരുന്നു. അദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ. അദ്ദേഹം തൊഴിൽ ചെയ്തിരുന്നു. എന്നിട്ട് MLA എന്നുള്ളത് മാറ്റിവെച്ച് ആ ശമ്പളം ആ പണം എടുത്തിട്ട് ഒരു പുതിയ ചാരിറ്റി വർക്ക് തുടങ്ങുന്നൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. താങ്കളുടെ കൂടെ വരാൻ പോകുന്ന മന്ത്രിമാർ എന്ന് പറയുന്ന ഈ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ മന്ത്രിയാവുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട്. അവരൊക്കെ തന്നെ നല്ല മനസ്സുള്ള മനുഷ്യന്മാരാണ്. MLA-മാരെ പല ആളുകളെയും നമ്മൾ അറിഞ്ഞുകൊടുത്തോളം അവരൊക്കെ തന്നെ നല്ല മനുഷ്യന്മാരാണ്, നല്ല മനസ്സുള്ളവരാണ്. ഒരുപക്ഷെ ഭരണപക്ഷത്തുള്ള MLA-മാർ അങ്ങനെ ഒരു സംഗതി തീരുമാനിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തുള്ളവർക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഓരോ ടേമിലും MLA-മാരുടെ ശമ്പളം കൂട്ടുന്നതിന് പകരം ഒരു പുതിയ മാതൃക ഉണ്ടായിട്ട് MLA-മാരുടെ ശമ്പളം ഒന്ന് കുറയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ നാട്ടുകാരോട് ചെയ്യുന്ന വലിയ ഒരു സേവനമായിരിക്കും. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളും കൂടെ ഇറങ്ങി വരിക, രാഷ്ട്രീയക്കാരും കൂടെ ഇറങ്ങി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരോടും നിങ്ങൾക്കിത് പറയാൻ കഴിയും. ഇനിയിപ്പോൾ മാഷന്മാരുടെ ശമ്പളം, പിന്നെ അതുപോലെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ശമ്പളം, ഡോക്ടർമാരുടെ ശമ്പളം, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശമ്പളം അങ്ങനെ കൂട്ടാൻ വേണ്ടി സമരങ്ങളൊക്കെ വരാൻ പോവാണ്. ശമ്പള കമ്മീഷനും മറ്റുമൊക്കെ ഇനി വരാൻ പോകണം. അങ്ങനെ അത് പഠിച്ചിട്ട് ഓരോ പ്രാവശ്യവും അവർക്ക് സർക്കാർ സംവിധാനത്തിൽ ആളുകൾക്ക് ശമ്പളം കൂടി വരികയാണ്. പക്ഷേ ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവണമെങ്കിൽ അത് ഈ നാടിനോട് ചെയ്യുന്ന വലിയ ഒരു നന്മയായിരിക്കും. ഇത് പറയുന്നത് താങ്കൾ ഇങ്ങനെ വലിയ ഒരു സംഗതി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. താങ്കളിൽ ഞങ്ങൾ ഈ നാട്ടുകാർ പ്രതീക്ഷ വെക്കുകയാണ്.